ഡോക്ടർ വീഡിയോ ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു സ്കിന്നിനെ പറ്റി ഫേഷ്യലിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒന്ന് കേട്ടോക്കിയല്ലോ. കോസ്മെറ്റോളജി എന്നൊരു വാക്ക് തന്നെ തെറ്റാണ്. ഈ ഇൻഫ്ലുവൻസേഴ്സും എല്ലാവരും ഈ കെ ബ്യൂട്ടി എന്ന് പറഞ്ഞ ഈ 10-15 എന്താ പറയുക സ്റ്റെപ്പ് കഴിഞ്ഞ കൊല്ലം ചെയ്തിട്ടുണ്ടാവല്ലോ. ഇക്കൊല്ലം പി ബ്യൂട്ടി വരും, അവർ 50 സ്റ്റെപ്പ് ആക്കോ അല്ലെങ്കിൽ 5 സ്റ്റെപ്പ് ആക്കോ. അപ്പൊ നാട്ടുകാർക്ക് ബുദ്ധിയില്ലേ? ഷോ മീ വൺ ഇൻഫ്ലുവൻസർ who is using so much of products and then have a good skin. ഇത് പക്ഷേ ഈ സൗന്ദര്യവർദ്ധന എന്ന് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞൊരു എഡിക്ഷൻ വരും. നമുക്കതൊരു മാനസിക പ്രശ്നമായിട്ട് ആൾക്കാർ നമ്മുടെ അടുത്ത് വരാറുണ്ട്. എനിക്ക് എന്നെ കാണാൻ ഭംഗിയില്ല, ഫേസ് വാഷ്, സൺസ്ക്രീൻ, മോയ്സ്ചറൈസർ മതി. ദയവ് ചെയ്ത് നിങ്ങൾ ഈ 10-12 സ്റ്റെപ്പ് ഒന്നും ചെയ്യല്ലേ. അത് ഞങ്ങൾ പോലത്തെ ആൾക്കാർക്ക് ബിസിനസ് കൂട്ടിത്തരും. അതാണ് സത്യം. പല ഡെർമറ്റോളജി ക്ലിനിക്കുകളും എനിക്കറിയാം അവർ ഉപയോഗിക്കുന്നത് ആഫ്റ്റർ മാർക്കറ്റിൽ ഈ പറഞ്ഞ ഇന്ത്യ മാർട്ടിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഗ്ലൂട്ടാത്തിയോണാണെന്ന് എനിക്കറിയാം. എല്ലാത്തിനെ കുറിച്ച് ഇങ്ങനെ ഓപ്പറേറ്റ് പറയുമ്പോൾ ശത്രുക്കളുടെ എണ്ണം കൂടില്ലേ? അപ്പൊ ശത്രുക്കളൊക്കെ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും. മേലെന്നുള്ള പ്രൊസീജിയറൽ പ്രോട്ടോകോൾസ് അല്ലാതെ തന്നെ ഉള്ളിൽ നിന്ന് തന്നെ ശരിയാക്കി എടുക്കാൻ പറ്റുമോ? അതാണ് എനിക്ക് നാട്ടുകാർക്ക് കൊടുക്കേണ്ടത്. കാരണം കോസ്മെറ്റോളജി ഈസ് എക്സ്പെൻസീവ്. തൊട്ടാ കാശാണ്. ഞാൻ എന്നും പറയും എനിക്ക് പഠിച്ചവനെ പേടി. അപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഫേഷ്യലൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊന്നും പറയാമെന്ന് വിചാരിച്ചു. നമുക്ക് ഫേഷ്യൽ ചെയ്യുമ്പോണ്ടല്ലോ ക്ലെൻസിങ്, സ്ക്രബിങ്, മസാജിങ്, പാക്കിങ്, ഇതാണ് ഫേഷ്യലിൻ്റെ സ്റ്റെപ്പുകൾ. അതായത് ക്ലെൻസിങ് ഒരു 5 അല്ലെങ്കിൽ 3 മിനിറ്റൊക്കെ ക്ലെൻസ് ചെയ്താൽ മതി. പിന്നെ സ്ക്രബിങ് ഉണ്ട്, സ്ക്രബ് ചെയ്യുക ഒരു 10 മിനിറ്റ്. പിന്നെ മസാജിങ് ഉണ്ട്, ഒരു 10 or 15 മിനിറ്റ്സ് മസാജ് ചെയ്യുക. ഇതിൽ കൂടുതൽ മസാജ് ഫേഷ്യലിന് കൊടുക്കുകയേ വേണ്ട. കൊടുത്തു കഴിഞ്ഞാൽ എന്താണെന്നറിയോ, സ്കിന്ന് ഓവർ മസാജിങ് ആകുമ്പോൾ ഉണ്ടല്ലോ സ്കിന്ന് നാശമാവും. സ്കിന്ന് അപ്പം പക്ഷെ നമുക്ക് നല്ല സുഖമായിരിക്കും കേട്ടോ. ഫേഷ്യലിങ് ഒത്തിരി മസാജ് കിട്ടുമ്പോൾ നല്ല സുഖമായിരിക്കും. പക്ഷെ നമ്മുടെ സ്കിന്ന് നാശമായി പോകും കേട്ടോ. അപ്പം നമ്മൾ വിചാരിക്കും ആ മസാജ് ചെയ്യുന്ന ആ പാർലറുകാരായിരിക്കും ഏറ്റവും നല്ല ഫേഷ്യൽ ചെയ്യണമെന്ന്. അല്ല കേട്ടോ, ഇതിനൊക്കെ ഒരു ടൈമുണ്ട്. ആ ടൈമിന് നമ്മൾ മസാജിങ്ങും ഫേഷ്യൽ കാര്യങ്ങളെല്ലാം ചെയ്താൽ മതി. ഇത് കൂടുതൽ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നാണ് നാശമാവുക. അതേപോലെ നമ്മൾ ഓരോ പരസ്യങ്ങൾ കാണുന്നതും മുഴുവൻ പിള്ളേർ ഉപയോഗിക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഈ പ്രൊഡക്റ്റാണ് ഉപയോഗിക്കണേ, റിസൾട്ട് ഉണ്ട് ചേച്ചി. പിറ്റേ മാസം വന്നിട്ട് പറയും അത് മാറ്റിയിട്ടോ, ഞാൻ വേറെ അതിനും റിസൾട്ട് ഉണ്ട് കേട്ടോ. ഇതൊക്കെ കെമിക്കലാണ്. ഇതിന് അന്നേരത്തെ കുറച്ച് കാലത്തേക്കുള്ള റിസൾട്ട് മാത്രമേ ഉള്ളൂ. സ്കിന്ന് ഓവറായിട്ട് പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്കിന്ന് മൊത്തം നാശമാവും. അതുപോലെ ഈ കോതമംഗലത്ത് ഒരു 2.5 മണിക്കൂർ 3 മണിക്കൂർ ഒരു പാർലറിൽ ഫേഷ്യൽ ചെയ്യുന്ന പറഞ്ഞാൽ എന്തിനാണ് ഇങ്ങനെ മസാജ് കൊടുക്കുന്നത്? ഈ മസാജ് കൊടുത്ത് അന്നേരത്തെ ഒരു റിസൾട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവും. പിന്നെ മൊത്തമായിട്ട് അത് ഡാമേജ് ആവും. പിന്നെ എല്ലാത്തിനും ടൈമുണ്ട്. ആ ടൈമിനുള്ളിൽ നമ്മൾ ഫേഷ്യൽ കാര്യങ്ങളെല്ലാം ചെയ്താൽ മതി. അപ്പോൾ ഈ ഡോക്ടർ ഇത് കേട്ടപ്പോൾ എനിക്ക് ഈ സ്കിന്നിൻ്റെ കാര്യം പറയണമെന്ന് തോന്നി. പിന്നെ എൻ്റെ ഒരു അടുത്ത് തന്നെ ഒരു കൊച്ച്, അപ്പോൾ ആ കുട്ടിക്ക് ജോലിപരമായി വേറെ സ്ഥലത്തേക്ക് മാറേണ്ടി വന്നു. അന്നേരം ഫേഷ്യൽ ചെയ്തു. അപ്പോൾ ആ ഫേഷ്യൽ ചെയ്തപ്പോൾ നിറച്ചും ക്രീമിട്ട് ഭയങ്കര മസാജ്, വായിലും കണ്ണിലും ഒക്കെ ഈ ക്രീമുകൾ പോയി ഭയങ്കര ശ്വാസം മുട്ടുന്ന പോലെ തോന്നി. പിന്നെ ഭയങ്കരമായിട്ട് ക്യാഷ് വാങ്ങുന്നത് 4,000-4,500. എന്തിനാണ് ഇത്രയൊക്കെ ക്യാഷ് വാങ്ങുന്നതെന്ന് മനസ്സിലാവുന്നില്ല. കാരണം നമുക്കൊരു പ്രൊഡക്റ്റിൻ്റെ വില നമുക്കറിയാലോ, മാക്സിമം എത്ര വരെ പോകും. മാക്സിമം ഒരു 3,000 രൂപ വരെ വാങ്ങുവാണെങ്കിൽ കുഴപ്പമില്ല. ഇതിൽ കൂടുതലാണ് എല്ലാ പാർലറുകാരും എടുക്കുന്നത്. നമുക്ക് എന്തായാലും ഒരു ലാഭം ഉണ്ട് അതിൽ നിന്ന്. പിന്നെയും ഇരട്ടിയാണ് ഈ പാർലറുകാരും എടുക്കുന്നത്. അതേപോലെ ഓവർ മസാജിങ് കൊടുത്ത് സ്കിന്ന് നാശാക്കാതിരിക്കുന്ന നമ്മൾ വിചാരിക്കും ആ പാർലറിൽ ഭയങ്കര സെറ്റപ്പ്. അങ്ങനെയൊന്നുമില്ല. ഇതിനൊക്കെ ഒരു ടൈമും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഫേഷ്യൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നല്ലൊരു പാർലറൊക്കെ കണ്ടുപിടിച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ സ്കിന്നിന് കാര്യങ്ങളെല്ലാം ഡാമേജ് വരും. അപ്പോൾ ഞാൻ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഇങ്ങനെ പറയണം തോന്നി. എനിക്ക് പറഞ്ഞു. ഓക്കെ, ബൈ.